ഇത്തരത്തിൽ ഒരു വർഗീയ ലഹള ഉണ്ടാക്കുക, അതിലൂടെ ഈ മൈനോറിറ്റി വോട്ട് ബംഗാളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, മമതയ്ക്ക് അനുകൂലമായി മാറ്റിയെടുക്കുക എന്നുള്ള ഒരു വളരെ ക്രൂരമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് ഈ നടക്കുന്നത്. പൈശാചികമെന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത ഓരോ ദിവസവും വരുന്ന വാർത്തകൾ. അതിന് രാജശേഖർ സാർ ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM-ൻ്റെ വൃദ്ധാക്കാരായിട്ട് അവിടെ ചെന്നതിനെ അപലപിച്ചു. അധിർ രഞ്ജൻ ചൗധരി കോൺഗ്രസിൻ്റെ അത് പറഞ്ഞത് അവിടെ പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തണമെന്നാണ്. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മാറി ഞാൻ തെറ്റിദ്ധരിച്ചാണ് പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ SC/ST കമ്മീഷൻ അവിടെ സന്ദർശിക്കുക, അവിടെ പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തണമെന്നാണ് പറയുന്നത്. വളരെ മൃഗീയമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള നടപടികളാണ് അവിടെ നടക്കുന്നത്. നമുക്ക് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? രാത്രിയാകുമ്പോൾ വീടുകളിലേക്ക് കടന്നു ചെല്ലുക, പാർട്ടി ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുക, 3-4 ദിവസം ഇവിടെ താമസിപ്പിക്കുക, പീഡിപ്പിക്കുക. നിസ്സഹായരായ ആളുകൾ, അതിന് പരിഹാരം കാണേണ്ട ആളുകൾ പോലീസാണ്, അധികാരികളാണ്. അവർ ഇവരോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും ക്രൂരമായ കാര്യം. യാതൊരു നിയമ നടപടിയും സ്വീകരിക്കില്ല. ഇത് പരാതിപ്പെടുന്നവരെല്ലാം പ്രതികളാകുന്ന അവസ്ഥ. ചോദ്യം ചെയ്യപ്പെടുന്ന പത്രക്കാരെ ഡീറ്റെയിൻ ചെയ്യുക, ബംഗാൾ ന്യൂസിൻ്റെ റിപ്പോർട്ടറെ ഡീറ്റെയിൻ ചെയ്യുക, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, അത് ആരെയും അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കില്ല. പ്രതിപക്ഷ നേതാവിനെ പോലും ആ പ്രദേശത്തേക്ക് കടക്കാൻ സമ്മതിക്കുന്നില്ല. പ്രാകൃതമായ ജംഗിൾ രാജ് തന്നെയാണ് മുമ്പ് ബീഹാറിലൊക്കെ നടന്നുകൊണ്ടുള്ള ലാലു പ്രസാദിൻ്റെ കാലഘട്ടത്തിലും അതുപോലെ UP-യിലും പണ്ട് മുലായം സിംഗിൻ്റെ കാലഘട്ടത്തിലൊക്കെ നടന്നു പോയിട്ടുള്ള, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഇപ്പോഴും നടക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായി നടക്കുന്ന അതേ രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ, നമ്മുടെ പശ്ചിമ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇത് ഇത് പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തേണ്ടതാണ്. ഇത് നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ നമ്മുടെ ഗവർണർ ആ സ്ഥലം സന്ദർശിക്കുകയും അവിടുത്തെ പരാതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വന്നിട്ട് രാജ്ഭവനകത്ത് സമാധാന വീട് എന്നുള്ള രീതിയിൽ അഭയകേന്ദ്രങ്ങൾ, ഈ പാവപ്പെട്ട പിച്ചി തീന്തുന്ന ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സമാധാന വീട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഗവർണർ ഭവനത്തിനകത്ത് ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇതിന് പരിഹാരം കാണേണ്ടതല്ലേ? മമതാ ബാനർജിയൊക്കെ ഇപ്പോഴും BJP-യോ എല്ലാ CPM-നെയോ കോൺഗ്രസിനെയോ കുറ്റം പറയുക. ഇപ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസ് ഒഴിഞ്ഞ് ബാക്കി എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുകയാണ് ഇതിന് അറുതി വരുത്തണമെന്ന്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫുഡ് സപ്ലൈ ഈ സാധനങ്ങളുമായി ബന്ധപ്പെട്ട ED റെയ്ഡുമായി ജനുവരി 5-ന് നടന്ന അതിലെ മുഖ്യപ്രതി ഒളിവിൽ കഴിയുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുചരന്മാരാണ് ഇവിടെ ചെന്നിട്ട് ഇത്തരത്തിൽ പാവപ്പെട്ട ആദിവാസികളുടെയും ദളിതുകളുടെയും കൃഷിയും ഭൂമികളും ചെമ്മീൻ കെട്ടുകളൊക്കെ ഏറ്റെടുത്ത് അവിടെ കൃഷിയും ഇതെല്ലാം അവിടെയൊക്കെ ആട്ടി ഓടിച്ചിട്ട് അവിടെ കൃഷി നടത്തുകയൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് രാത്രികാലങ്ങളിൽ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന വളരെ മോശമായ മൃഗീയമായ, നമുക്ക് ജനാധിപത്യത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ ആളുകളും അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും വളരെ പൊതുവിൽ ഇത് ന്യൂസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടെങ്കിലും പുറത്തു വരുന്നെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു കേസിൽ വെറുതെ വിട്ട ആളുകളെ അപ്പീൽ കൊടുക്കുമ്പോൾ വീണ്ടും ശിക്ഷിക്കുകയൊക്കെ ചെയ്താൽ ഒരു ആഴ്ചയോളം ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ക്രൂരമായ പൈശാചികപരമായ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള ഈ നടപടികളെ ഒരു വട്ടം പോലും ചർച്ച ചെയ്തില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. ഏത് രീതിയിലേക്കാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കിക്കാണുകയാണ്. ഇത് ഇന്നെങ്കിലും ചർച്ചയ്ക്കെടുത്ത നമ്മുടെ ജനത്തിനെ ഞാൻ അഭിനന്ദിക്കുകയും, ജനം TV അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ.